ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അതിലിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെപ്രാളം എടുത്തിട്ട് വയ്യ. എന്തായാലും ഇന്ന് അത് തീർത്ത് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണാം. അതിൽ ചെയ്തിരിക്കുന്ന വീഡിയോ ഇന്നലത്തെ ബിഗ് ബോസ് നമ്മുടെ രേണു സുധിയെ പറ്റിയാണ്. അതിലിൻ്റെ ഏത് വീഡിയോസ് എടുത്താലും രേണു സുധിയെ പറ്റി ഫുൾ നെഗറ്റീവാണ്. ആദ്യം എന്തായാലും ഞാൻ വലിച്ചു നീട്ടത് റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകാം. അതിനുശേഷം എൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യാം. വീഡിയോ കാണാം. അയ്യേ, ഇതെന്താ അതിലേ? ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ അറിയുള്ളൂ. ഓ, മുണ്ടഴിഞ്ഞ് പോകുമായിരിക്കും അല്ലേ. പിന്നെ വേറൊരു കാര്യം, സ്വന്തമായിട്ട് ഇങ്ങനെ കളിയാക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നതിന് താങ്ക്സ്. പിന്നെ നമ്മുടെ രേണുവിൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ രണ്ടുപേരും ഒരു കോമ്പറ്റീഷൻ ആക്കിയൊക്കെ ഇടുമ്പോൾ അതിനീ കാണാതിരിക്കാൻ വയ്യ. എന്തായാലും നമ്മുടെ രേണുവിന് ഞാനൊരു 10ൽ 8ഉം 7ഉം ഒക്കെ കൊടുക്കുന്നുണ്ട് മാർക്ക്. പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് 10ൽ 10 തന്നെ ഞാൻ എൻ്റെ ഔദാര്യമായിട്ട് തന്നിരിക്കുന്നു. എന്തായാലും എടുത്തോ. നെക്സ്റ്റ് വീഡിയോ കാണാം. പറഞ്ഞില്ല, അപ്പുറത്ത് പറഞ്ഞ അപ്പുറത്ത് പറഞ്ഞല്ലേ, ഇപ്പുറത്ത് പറഞ്ഞ ഇപ്പുറത്ത് പറഞ്ഞല്ലേ, അപ്പുറത്ത് പറഞ്ഞ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ആടുന്ന ഒരു രണാസിനെ രേഷ്മ പി തങ്കച്ചി നമുക്ക് എല്ലാവർക്കും അറിയാലോ. ബിഗ് ബോസ് സീസൺ 7 അകത്ത് ആ സ്വഭാവം പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ആഹ്ലാദിപ്പിന് അല്ല, എന്തുവേണേ പറഞ്ഞേ? ആഹ്ലാദിപ്പാനാ? ഞാൻ ആഹ്ലാദിച്ചിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞല്ലോ, നമ്മുടെ രേണു സുധി പല ഇന്റർവ്യൂയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഏത് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ രേണുവിൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് ഇൻ കേസ് അവരുടെ വീടിൻ്റെ ആയാലും മക്കളുടേതായാലും അവൾ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിക്കും ബ്രോയുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും വീഡിയോസ് നമ്മുടെ രേണു സുധി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നില്ലേ. അവൾ ഒരു സബ്ജക്റ്റിനെ വെച്ച് ഇങ്ങനെ പല കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം കാണിക്കുക. അതിന് ശേഷം ചുമ്മാ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. പിന്നെ ഒരു കാര്യം, ഈ ഫുൾ എന്തിനാണ് ഇങ്ങനെ രേണു സുധി ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഇങ്ങനെ മെൻ്റലി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്ത് നേടാൻ വേണ്ടിയിട്ടാണ്? എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ കേരളത്തിൽ വേറെ വ്ളോഗേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ജെൻസിൽ എത്രയും പേര് നമ്മുടെ ഇങ്ങനത്തെ ഈ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അല്ലാതെ ചുമ്മാ വെറുതെ ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഭയങ്കര നാണക്കേട്. അതോ ഇനി നമ്മുടെ രേണു ബിഗ് ബോസിൽ കയറിയതിൻ്റെ എന്തെങ്കിലും ചൊറിച്ചിലോ വല്ലതും ആണോ? എന്തായാലും ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു, അതായത് വേറെ നില താങ്കളുടെ വ്ളോഗിൽ നിന്ന്, താങ്കളുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് എന്തൊക്കെ കാണാനിരിക്കുന്നു, എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു എന്നത് നമ്മളും വെയിറ്റിംഗ് ആണ്. കാണാം. എന്തായാലും നമ്മുടെ അതിൽ ബ്രോയുടെ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാരും കൂടി ഒക്കെ ചേർന്ന് അങ്ങോട്ട് കലകി പിഴിഞ്ഞു വേണ്ട തൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ടാസ്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ, എനിക്ക് അനങ്ങാൻ വയ്യ, അയ്യോ വയ്യ, തല വയ്യ എന്നങ്ങ് പറഞ്ഞു. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന്? വിറയിൽ എന്തെങ്കിലും ഇല്ലല്ലേ? ഓ, സമാധാനം. ഞാൻ പേടിച്ചു. ഇതേ ഈ ഒരു വീഡിയോ എങ്ങാനും കട്ടായി പോവുകയാണെങ്കിൽ പിന്നെ എനിക്കും കണ്ടന്റ് കിട്ടില്ലല്ലോ ഒന്നും. അല്ല, വേറെ എന്താ പറഞ്ഞല്ലോ, നമ്മുടെ രേണു സുധി ബിഗ് ബോസിലെ കാര്യം അതിലിപ്പോഴും കണ്ടായിരുന്നു. നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ ഇങ്ങനെ ടാസ്ക് ചെയ്യാൻ മടിച്ചിട്ടാണ് തലവേദന എന്ന് പറഞ്ഞത്. കണ്ടായിരുന്നോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ ജസ്റ്റ് അതിൽ എന്തെങ്കിലും ഒരു 5% നടന്ന കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിഗ് ബോസിൽ എല്ലാവരെയും വിളിച്ചിരുന്നത് നമ്മുടെ ബിഗ് ബോസ് സംസാരിച്ച് കഴിഞ്ഞ ആ ഒരു സമയത്താണ് രേണു തലവേദന എടുക്കുന്നതെന്ന് പറയാൻ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ മടി കിടക്കുന്നത്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ടാസ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇനി ആ ഒരു സമയത്ത് ചിലപ്പോൾ രേണു തലവേദന എടുത്തിട്ടാണ് രേണു കിടന്നത്. അങ്ങനെ കിടന്നതിന് അതിൽ ബ്രോയ്ക്ക് എന്താണ് കുഴപ്പം? അവൾക്ക് തലവേദന വന്നാൽ ഇനി അവളുടെ എല്ലാ കാര്യങ്ങളും പോയി അന്വേഷിച്ചെടുക്കണം, പറക്കണം എന്നൊക്കെ ഉണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കുറച്ച് ക്യാഷ് എന്തെങ്കിലുമൊക്കെ. കാരണം രേണുവിനെ വെച്ച് ഇത്രയും കണ്ടന്റൊക്കെ ഉണ്ടാക്കി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കുന്നില്ലേ. ഇല്ലൊരു നേരെ പകുതിയെങ്കിലും രേണുവിന് കൊടുക്കും. പാവമല്ലേ, രേണു ഇങ്ങനെ ഡെയിലി കണ്ടന്റ് തരുമല്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അഭിലാഷ് ആരെയൊക്കെ നമ്മുടെ രേണുവിനെ എടുത്തു ഒതുക്കിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അതുൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള അഭിലാഷം കാണിച്ചത്. ഇപ്പോൾ അതിൽ കാണിക്കുന്നില്ലേ, ചോദിക്കാനോ പറയാനോ ഇല്ലാത്തൊരു സ്ത്രീ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ പുറത്ത് ഇപ്പോൾ കയറുന്നത്. അത് തന്നെയാണ് അവരും കാണിച്ചത്. കാരണം അവിടെ അത് ഈ ഒരു നമ്മുടെ രേണുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ അഭിലാഷും ബാക്കി രണ്ടുപേരും ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. ഇത് വെച്ച് പിടിക്കാം, ഇത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോയി രേണുവിൻ്റെ തലയിൽ കയറുന്നത്. കാരണം അവർക്കറിയാം, അവർക്കവിടെ ബിഗ് ബോസിൽ നിൽക്കണമെങ്കിൽ രേണു സുധി വേണം. രേണു സുധിയുടെ പുറത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി പോയി കയറിയാൽ മാത്രമേ അവർക്കവിടെ നിലനിൽപ്പുള്ളൂ. കാരണം വേറെ ആരുടെയും പുറത്ത് പോയി ചാടാൻ വയ്യ. താങ്കൾ എന്താണ് കാണിക്കുന്നത് അത് തന്നെയാണ് ഇന്നലെ അഭിലാഷം കാണിച്ചത്. അതിൽ എനിക്ക് വേറെ നമ്മുടെ രേണു സുധീരുടെ അടുത്തൊന്നും കുറ്റം പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ രേണു ചിലപ്പോൾ ഇല്ലാതെ തലവേദനയാണ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അത് രേണുവിൻ്റെ കളിയാണ്.
അതിൽ കയറി ഇടപെടണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി വീഡിയോ പോരട്ടെ, അതിനെ കമൻറ്റ് ഞാൻ പറയാം. എന്തിന് ഞാൻ നേരിട്ട് കൂടി അവിടുത്തെ പുറം ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അയ്യോ എന്ത് പറ്റി ബ്രോ? വീട്ടിനകത്ത് കയറ്റിയില്ല, പുറത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ രേണു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അതിലൊക്കെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിനകത്ത് കയറ്റണ്ടേ? എന്നല്ലേ ഇതുപോലെ നെക്സ്റ്റ് അടുത്ത കമൻസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ കാത്തിരുന്ന സംഭവം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ അതുൽ ബ്രോ തന്നെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ടാസ്ക് ചെയ്യാൻ മടിച്ചിട്ട് തലവേദനയാന്ന് കിടന്നു, അവിടെയുള്ള എല്ലാവരും കൂടി എടുത്തിട്ട് ഉടക്കിന്ന്. എന്ത് ഇരട്ടത്താപ്പാണോ? അതായത് എന്നിട്ട് ഈ വീഡിയോ തന്നെ താങ്കൾ തന്നെ ഇട്ടിരിക്കുന്നല്ലോ, അത് നമ്മുടെ നോമിനേഷൻ സമയത്ത് ടാസ്ക് അല്ലായിരുന്നു, നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുമ്പോൾ രേണു തലവേദനയെന്ന് പറഞ്ഞ് കിടക്കുന്നു. ഇതാണ് സത്യം കേട്ടോ. ബാക്കി എക്സ്പോസ് ആയ നമ്മുടെ ആ നാഗവല്ലിയെ കാണുന്നത് അല്ലെ, ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നല്ല നാഗവല്ലിയെ കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു കേൾക്കാം. നിങ്ങൾ ഏഷ്യാനെറ്റിൽ കയറി പ്രൊമോ കാണുക കേട്ടോ എല്ലാവരും. അവിടെ പൊളിയായിരുന്നു. അഭിനയം സിംഹമേ ഇനി എന്തു ചെയ്യാൻ പൊളിയും, എക്സ്പോസ് ആകും. എന്നെ കുറെ PR ടീമൊക്കെ വന്ന് കിടന്നിട്ട് മെഴുകി ഉരുളുന്നുണ്ട്. കുറെ എണ്ണം കമന്റ് ബോക്സിൽ ആരവത്തോടെയൊക്കെയാണ്. സൂക്ഷിച്ചു നോക്കാൻ എവിടെ? രാവിലെ മരുന്ന് കഴിച്ചില്ലായിരിക്കും. അല്ല പിന്നെ വേറെന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തോ നമ്മുടെ നാഗവല്ലി എന്ത് പറയാനാ ഞാൻ. എനിക്ക് തന്നെ ആക്ച്വലി ഒന്നും വരുന്നില്ല റിയാക്ഷൻ വീഡിയോയിൽ പറയാൻ. കാരണം ഇതിനൊന്നും താങ്കളുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഡയലോഗ് എനിക്ക് വയ്യ ദൈവമേ. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനും പരിധിയുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ രേണുവിനെ കണ്ടിട്ട് നാഗവല്ലി എന്ന് തോന്നിയില്ല. താങ്കളുടെ ആ ഒരു താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാളെ ഒരു സമയത്ത് താങ്കളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് താങ്കളെ ആരും വിളിക്കേണ്ടല്ലോ നാഗവല്ലിയാണ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, രേണുവിനെ വെച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ, അതുൽ എന്ന് പറയുന്ന താങ്കൾ. സെയിം നമ്മുടെ രേണുവിൻ്റെ ലൈഫ് എന്താണോ പുറത്ത് നടന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ബിഗ് ബോസ് ഹൗസിലും ഇന്നും നാളെ എല്ലാ ദിവസവും നടക്കുന്ന അടിയിൽ നമ്മുടെ രേണുവിൻ്റെ പേരുണ്ടാകും. കാരണം രേണു ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മക്കളെ ജീവിക്കാൻ പറ്റുള്ളൂ. രേണുവിൻ്റെ കാരണം ഇത്രയും പബ്ലിസിറ്റി ആയിട്ട് നിൽക്കുന്ന രേണുവാണ്. ഇപ്പോൾ രേണുവിൻ്റെ പുറത്ത് പോയി കുതിര കയറിയാൽ മാത്രമേ അമാർക്കാണ് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുതിര കയറുമായിരിക്കാം. എന്തായാലും രേണുവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ വളരെയധികം ഉയർച്ചയിലോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കളിക്കുവാണെങ്കിൽ ഈ രേണുവിനെ പറയുന്നത് പോലെ ഏതെങ്കിലും നല്ല ആണത്തുള്ള ഉഷുറുള്ള ഏതെങ്കിലും ഒരു ജെൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് റിയാക്ഷൻ വീഡിയോ അതുൽ ബ്രോ ചെയ്ത് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ തീർന്നില്ല കേട്ടോ, എൻ്റെ ബാക്കി ഇനിയുണ്ട്. എനിക്ക് വയ്യ സംസാരിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ അതുലിന് വല്ല നാഷണൽ അവാർഡ് എന്തെങ്കിലും കൊടുക്കണം. ഇങ്ങനെയൊന്നും ഇങ്ങനെ ആർക്കും വേണ്ടാത്ത എന്തൊക്കെ ഇങ്ങനെ വിളവിളാ വന്നുകൊണ്ടിരിക്കുന്നത്. അതുലിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. നീ നിൻ്റെ മരമോന്ത് കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ? നിന്നെ ആരെങ്കിലും ആ കോപ്പൻ്റെ കൊനയിൽ കേട്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്ത് തോന്നും? ഡാൻസ് ചെയ്താൽ ചീച്ചി രാജൻ, തുള്ളിച്ചാടിയാൽ നിനക്ക് ഹായ്. ഈ രേണു വിധവയാണ്, പാവം പെണ്ണ്. 10 പൈസ യൂട്യൂബിൽ ജീവിക്കാൻ വേണ്ടി അവൾക്ക് ദൈവം കൊടുത്ത ശരീരം വച്ച് ഡാൻസ് ചെയ്താൽ നിനക്ക് പുണ്യം. മേലിറങ്ങാതെ വല്ലവനെയും തെറി പറഞ്ഞ് ജീവിക്കുന്ന നീ എന്താടാ ഇങ്ങനെ പരദൂഷണം പറയുന്നേ? ബാക്കി ഞാൻ വായിക്കുന്നില്ല. നീ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഒരല്പം ഒന്ന് കോമൺ സെൻസോടെ പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് കുറച്ച് സ്വയം ഒന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയാകാതെ സ്വയം നേരെ ഇരുന്ന് വീഡിയോ ചെയ്യൂ അതുൽ ബ്രോ. നാളെ നമുക്കിതുപോലെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.